ഞാനൊന്നും പറയില്ല, ഞാനൊന്നും കുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായി. ഇപ്പൊ അല്ല മുന്തിദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീല വർത്തമാനം കൊണ്ട് മലയാളികളുടെ ഹരമായി മാറിയ ബോച്ചെ അദ്ദേഹത്തിന്റെ നാക്കുകൊണ്ട് തന്നെ ഉരുക്കിലായിരിക്കുകയാണ്. അല്ല ഇത് വേണ്ടായിരുന്നു ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ഹണി റോസ് എന്ന നടിയോടും മറ്റു പലരോടും അദ്ദേഹം നടത്തിയ അശ്ലീല വർത്തമാനങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും വെറും തമാശ എന്നാണ് ബോബിയും അദ്ദേഹത്തിന്റെ ആരാധകരും വിശദീകരിക്കുന്നത്. ഒരു അശ്ലീല കോടീശ്വരനാണെങ്കിലും ചാരിറ്റി എന്ന വലിയ ഗിമ്മിക്ക് കാട്ടി ഒരു പുണ്യവാളനാകാമെന്ന് ബോബി തന്നെ ജീവിതം കൊണ്ട് പലവട്ടം മനസ്സിലാക്കിയിട്ടുമുണ്ട്. ബോബി ചെമ്മണ്ണൂർ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, സ്വയം ഒരു അവതാര പുരുഷനായി തീർന്ന കേരളത്തിലെ നിരവധി പേരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. എന്തും എവിടെയും വിളിച്ചു പറയാൻ ലൈസൻസ് ഉള്ള നാവുമായി കേരളത്തിൽ മുഴുവൻ കൂത്താടി നടക്കുന്ന ഒരാൾ. നിരന്തരം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണക്കാരനായതിനാൽ കേരളം മുഴുവൻ മാധ്യമങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിന്റെ അശ്ലീലങ്ങൾക്കും അസഭ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല. അയാൾ കേരളത്തിൽ രക്തബാങ്കിനു വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി. പ്രമുഖ മാധ്യമങ്ങളും അയാളുടെ കൂടെ ഓടി. തിരുവനന്തപുരത്ത് അനാഥരായ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, വയനാട്ടിലെ ഉരുൾ ദുരന്തത്തിൽ ഒറ്റപ്പെട്ട ശ്രുതിക്ക് വീട് വെച്ചു കൊടുക്കാൻ എല്ലാം ബോബി എന്ന മഹാമനസ്കൻ പാഞ്ഞു നടന്നു. കേരളം കൈയടിച്ചു. വലിയ വലിയ വാഹനങ്ങൾ വാങ്ങി സാധാരണക്കാർക്ക് ഓടിച്ചു നോക്കാൻ കൊടുത്തു. എന്താ അല്ലേ? ബോച്ചയെന്ന് സ്വയം പേരിട്ട് സ്നാനപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ സ്തുതിപാഠകരുടെ സദസ്സുണ്ടാക്കി. സ്വയം ഒരു ബ്രാൻഡായി അവതരിച്ചു. ആത്മരതി എന്നത് ഒരു അവശ്യ മൂല്യമാണെന്ന് അദ്ദേഹം ആളുകളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കോപ്രായങ്ങൾ കണ്ട് ഒരു മാർക്കറ്റിംഗ് ജീനിയസിന്റെ കാഞ്ഞ ബുദ്ധിയെന്ന് ആളുകൾ അഭിപ്രായം പറഞ്ഞു. ബോച്ചെ സ്തുതികളാൽ മുഖരിതമായ സാംസ്കാരിക കേരളത്തിൽ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ആംഗ്യങ്ങളും അശ്ലീല ഭാഷണവും കൊണ്ട് അയാൾ കയ്യടി നേടി. പല സിനിമാ താരങ്ങളെക്കാൾ, രാഷ്ട്രീയക്കാരെക്കാൾ, എഴുത്തുകാരെക്കാൾ ബോച്ചെ ഫാൻസിനെ നേടി. ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കെ ബോച്ചയും അദ്ദേഹത്തിന്റെ മാനസിക നിലയുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കി കാണും. അവർ ചെയ്യുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനമല്ല, കുറ്റകൃത്യമാണ്. ബോച്ചയെ പോലും പോലീസ് പിടിക്കുമെങ്കിൽ നിങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. പണം കൊണ്ട് ബോച്ചെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനായും, കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനായും, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിഭാഗത്തിനായും ഹാജരായതിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നയാളാണ് അഡ്വക്കേറ്റ് രാമൻ പിള്ള. അദ്ദേഹമാണ് ബോബിയുടെ അഭിഭാഷകൻ. ശിക്ഷിച്ചിട്ടില്ലല്ലോ, ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. സമൂഹത്തിന്റെ അപജയത്തെ മുതലാക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള പാഠമാണ് ബോച്ചെ. ജയിലിലേക്ക് പോവുകയാണ്.